നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, സാക്ഷി ടിവിയുടെ ഇന്നത്തെ അതിഥി ചടയമംഗലത്തെ കോൺഗ്രസിന്റെ യുവ നേതാവും അതോടൊപ്പം അക്കോളം വാർഡിന്റെ മെമ്പർ കൂടിയായ ശ്യാംരാജാണ്. നമസ്കാരം ശ്യാംരാജ്. നമസ്കാരം. ശ്യാംരാജിനെ കുറിച്ച് ഒരു പരാതി ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന് ആസ്പദമായ സംഭവങ്ങൾ എന്താണെന്ന് ശ്യാംരാജിന് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ SFI പ്രവർത്തകരുമായി ശ്യാംരാജ് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് അതിന്റെ വാസ്തവം? ഇപ്പോൾ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത് തന്നെ ഈ സാക്ഷി ടിവിയുടെ ഈ വാർത്തയാണ്. ഇപ്പോൾ സാക്ഷി ടി വി തികച്ചും ഒരു CPM ചായ്വോടെ നിൽക്കുന്ന ഒരു ചാനലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തെന്നാൽ ഈ സാക്ഷി ടി വി ഒരു ഇടതുപക്ഷത്തിന് ഓശാന പാടുന്നത്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ CPMന് ഓശാന പാടുന്ന ഒരു ചാനലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുണ്ടെങ്കിലും അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുമായി സഹകരിക്കുക. നിങ്ങൾ ഈ ചടയമംഗലത്തെ വാർത്താ ചാനൽ എല്ലാ ചാനലുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെന്താണ് ഇതിന്റെ വസ്തുത എന്ന് ഇതുവരെ പോലും നിങ്ങൾ വിളിച്ചു തിരക്കാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. നിങ്ങൾ എന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഒന്ന് സാധാരണ രീതിയിൽ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. അത് വിളിച്ചില്ല. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. അത് വളരെ മോശമായി പോയി. നമ്മൾ അത്രയ്ക്ക് സഹകരണ മനോഭാവത്തോടെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒരു ഇടതുപക്ഷ ചായ്വോടെയാണ് വാർത്തകൾ ചെയ്യുന്നതാണ് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളൂ. ശ്യാംരാജ, ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങൾ ഒരിക്കൽ പോലും വാർത്തകൾ ഒരു ഇന്നയാൾക്ക് അനുകൂലമാകണം മറ്റവർക്ക് പ്രതികൂലമാകണം എന്ന സാഹചര്യത്തിൽ വാർത്ത ചെയ്യാറില്ല. നിഷ്പക്ഷമായ വാർത്തകൾ എപ്പോഴും പ്രേക്ഷകരിൽ എത്തിക്കാനാണ് സാക്ഷി ശ്രമിച്ചിട്ടുള്ളത്. ശ്യാംരാജ് അതൊന്ന് തിരുത്തുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ ഈ വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ രാത്രി 11-12 മണി വരെ നമ്മുടെ KSUവിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ചടയമംഗലത്തെ നിയോജകമണ്ഡലത്തിലെ പ്രധാന സ്കൂളുകളായ ഗവൺമെന്റ് MGHSലും ജം സ്കൂളിലും പോരേടം വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ നമ്മൾ കൊടിതോരണങ്ങൾ കെട്ടുകയുണ്ടായി. അതിൽ പോരേടത്ത് സ്കൂളിൽ അവർ ബോർഡും കൊടിയും നശിപ്പിക്കുകയും ചടയമംഗലം MG സ്കൂളിൽ രാത്രി 12 മണി വരെ ഇരുന്ന് ഒരു 100ഓളം കൊടികളും തോരണങ്ങളും കെട്ടി മനോഹരമാക്കി. രാത്രി 12 മണിക്ക് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ രാത്രിയുടെ മറവിൽ SFIക്കാർ വന്ന് ഈ കൊടിതോരണങ്ങൾ എടുത്ത്, ഒരു കുഴി പോലും ഇല്ലാത്ത രീതിയിൽ കൊടിതോരണങ്ങൾ എടുത്ത് താഴത്തെ തോട്ടിലും താഴത്തെ കാട് പിടിച്ച സ്ഥലങ്ങളിലും ഇട്ടിരിക്കുകയാണ്. അതിന്റെ മനോവിഷമം വളരെ വലുതാണ്. ഒരു ബോർഡ് മാത്രം അന്ന് ഓപ്പോസിറ്റുള്ള വീട്ടിൽ മറച്ചു വെച്ചു. ഇനി ഈ സമയത്തിന് ബോർഡ് വെക്കാൻ പറ്റും. പിറ്റേന്ന് രാവിലെ 7 മണിക്ക് വന്ന് ബോർഡ് എടുത്ത് വെക്കാൻ ഞാൻ വരുമ്പോൾ ഒരു കൊടിതോരണങ്ങളുമില്ല. അത് കണ്ടിട്ട് നമ്മൾ പോയി പോലീസിൽ പരാതിപ്പെടുകയും കേസ് കൊടുക്കുകയും ചെയ്യും. അതൊരു അന്വേഷണവും വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നമുക്ക് മറുപടിയും ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ സുഹൃത്തായ യൂത്ത് കോൺഗ്രസിന്റെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അംഗവുമായ അബ്രാറും ഞാനും കൂടെ നമ്മുടെ വാർഡിൽപ്പെട്ട ഒരാൾ കടയ്ക്കൽ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴി ചടയമംഗലം MG സ്കൂളിന്റെ കൊടിതോരണങ്ങൾ അന്ന് വൈകിട്ട് 6 മണിക്ക് മുന്നേ നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെല്ലാം കൂടെ കെട്ടുകയുണ്ടായി. കെട്ടിയിട്ട് നമ്മൾ വൈകിട്ട് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം കടയ്ക്കൽ പോയിട്ട് വരുന്ന വഴിക്ക് ചടയമംഗലം ട്രാൻസ്ഫോമറിന്റെയും ഗ്രൗണ്ടിന്റെയും ഇടയ്ക്ക് വെച്ച് ഒരു 4-5 പേർ ഇരുട്ടിന്റെ മറയിലിരുന്ന് മദ്യപിക്കുന്നത് കണ്ടു. അതിന്റെ തൊട്ടപ്പുറത്ത് SFIയുടെ കൊടി കെട്ടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അവർ വണ്ടി അവിടെ നിർത്തി, ഒരു ആൾട്ടോക്കാരുടെ പോയത്, വണ്ടി അവിടെ നിർത്തിയപ്പോൾ ഇരുട്ടിന്റെ മറവിലേക്ക് കുപ്പി വലിച്ചെറിയുന്നതും കണ്ടു. ഞാൻ ഇറങ്ങാൻ കാരണം എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു നമ്മുടെ ബന്ധുവായ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ഇറങ്ങി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ, ചേട്ടാ ഇത് കൊടി കെട്ടാൻ വന്നതാണ്. പൊന്നു മോനെ, ഇവിടെ കഴിഞ്ഞതിന് നമ്മൾ കെട്ടിയപ്പോൾ കൊടി പ്രവേശനോത്സവത്തിന് കെട്ടുകയുണ്ടായല്ലോ. അപ്പോൾ എല്ലാ കൊടികളും നിങ്ങൾ താഴത്ത് വലിച്ചെറിഞ്ഞു. അത് പരസ്പര രാഷ്ട്രീയ മര്യാദ എങ്കിലും കാണിക്കേണ്ട ഒരു സ്ഥിതിഗതിയുണ്ട്. അത് പരസ്പര ബഹുമാനം കാണിക്കാതെ മോശമായ പരിപാടിയാണ് കാണിച്ചതെന്ന് മാത്രം പറഞ്ഞപ്പോൾ ആരിഫ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ഞാൻ ആദ്യം SFI ഏരിയ സെക്രട്ടറി എന്ന് പറയും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന. ആസിഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചേട്ടനെ എനിക്ക് അറിയാം. ആരിഫ് എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് പറയും, ഇങ്ങോട്ടാണ് പറയുന്നത്, ഒന്ന് രണ്ട് ചെറിയ ഒരു ചീത്ത എന്ന രീതിയിൽ 1-2 ചീത്ത വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയട്ടെ, അപ്പോൾ ഞാനും അബ്രാറും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവളോട് ചെന്നു. അപ്പൊ അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് കൂടെ നിന്ന് നമ്മളെ ബന്ധു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശരി ഓക്കെ ഈ ആവർത്തിക്കലേ എന്ന് പറഞ്ഞു നമ്മൾ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. അതിനിവിടെ അവരെ അസഭ്യം പറഞ്ഞെന്നും
ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. ഇത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ തെളിവ് നിരത്തട്ടെ. ഞാനോ അബ്രാറോ അറിഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടുമില്ല, തെറ്റും ചെയ്തിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ നമ്മുടെ ഒരു ബന്ധു എന്ന് പറഞ്ഞ പയ്യനെ കണ്ടതുകൊണ്ട് മാത്രമാണ് അവിടെ വണ്ടി നിർത്തുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ചടയങ്ങൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് വിളിച്ചിട്ട് പറയുന്നു ഇന്ന പോലെ ഒരു പൊടിയെടുത്ത കേസുമായിട്ട് ഒരു ഇതുണ്ട്, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടുത്തെ കറക്റ്റ് കാര്യം പറഞ്ഞു, അല്ലാതെ അവരെ ചീത്ത വിളിക്കാനോ ഭീഷണിപ്പെടുത്താനോ പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം എന്നേക്കാൾ ഒരു 10, 23, 24 വയസ്സിന്റെ ഇളയ കൊച്ചു പിള്ളേരാണ്. അവരുടെ ഞാൻ എന്ത് പറയാനാണ്? എൻ്റെ മക്കളും പിന്നെ EMG സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പൊ ഞാൻ എന്ത് പറയാനാണ് അവരെ ആക്രമിക്കാൻ പോയെന്നും പിന്നെ എനിക്കും പിന്നെ അതുപോലെ അബ്രാറിനും കേസുകൾ നിരവധി ഉണ്ടെന്നും അതുപോലെ അബ്രാർ പിന്നെ പെൺവാണി കേസിലെ പ്രതിയാണെന്നും ഒക്കെ കാണുന്ന കണ്ടു. ഇതൊക്കെ തികച്ചും അസംബന്ധവും അവർ പകപോക്കുകയാണ്. നമ്മളല്ലാതെ വളർന്നു വരുന്ന യുവ തലമുറയെ അച്ചുടയ്ക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മളും വന്ന് വിദ്യാഭ്യാസമായിരുന്നപ്പോൾ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്. ആ പാർട്ടിയെ പിന്നെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് അവരെയും ശ്രമം, നമ്മുടെയും ശ്രമം. അതിന്റെ പിന്നെ രീതിക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നു, അവരും പോകുന്നു. അപ്പൊ ഒരാൾ വളർന്നു വരുന്ന ഒരു യുവാവിനെ അടിച്ചമർത്തിയിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങൾ നേടാനില്ല. അത് മാത്രമല്ല ചടയമംഗലത്ത് CPM ആയും കോൺഗ്രസ് ആയും പിന്നെ BJP ആയിട്ടൊന്നും രാഷ്ട്രീയപരമായ രീതിയിൽ വളരെ നല്ല മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ഐക്യത്തിൽ പോണ സ്ഥലമാണ് ചടയമംഗലം. എന്നിട്ടും ഒരു രാഷ്ട്രീയ വൈര്യം, ഭരണത്തിന്റെ ഒരു സ്വാധീനവും നമുക്ക് വേണ്ട. ഭരണത്തിന്റെ സത്യസന്ധതയ്ക്കും ന്യായത്തിനും നീതിക്കും എവിടെയും വിലയുണ്ട്. നമ്മൾ ഭരണത്തിന്റെ സ്വാധീനം കൊണ്ട് പോലീസിനെ സ്വാധീനിക്കുവാനോ മറ്റൊന്നിനും ഞാൻ ഇന്ന് വരെ ഈ ബൈറ്റ് തരുന്നവരെ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അതിനുള്ള കാര്യമില്ല. അതിന്റെ മുതിർന്ന CPM-ന്റെ ആയാലും DYFIയുടെയും ചാർജുള്ള പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ആരായുകയും ഉണ്ടായി. അതും അവരടുത്ത് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുമുണ്ട്. ഇത് പിന്നെ തികച്ചും പിന്നെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ രീതിയിൽ ഇവർ കാണിച്ചതിനെ കുറിച്ച് ഞാൻ ഇതിൽക്കുള്ള എന്താണ് പറയേണ്ടത്? താങ്കൾ വളരെ വിഷമമായി പോയി. താങ്കൾ ഈ സമയത്തോടെ പോയി, താങ്കൾ അവരെ കണ്ടു, താങ്കൾ അവരോട് വളരെ മോശമായി പെരുമാറി എന്നൊക്കെയാണ് അവർ ആരോപണം ഉയർത്തുന്നത്. ആ ആരോപണത്തെ ന്യായീകരിക്കുന്ന രീതിയിലല്ല ഞങ്ങൾ താങ്കളോട് ഇടപെട്ട് ചോദിച്ചത്. എന്തായിരുന്നു അതിന്റെ വസ്തുത എന്നുള്ളതാണ്. ഈ വസ്തുത ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കടയ്ക്കൽ സ്റ്റേഷൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് അവരെ കാണുന്നത്. അതും ഇവരെ കണ്ടിട്ടല്ലേ. ഈ കൊച്ചുങ്ങൾ കിട്ടുന്നത് കൊണ്ട് വളരെ തീരെ പൊടി കൊച്ചുങ്ങളാണ്. അപ്പോൾ അവരിങ്ങനെ കിട്ടുന്നത് നമ്മുടെ ഒരു ബന്ധുവായ ഒരു പയ്യൻ അവിടെ നിന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിർത്തിയത്. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ നിർത്തിയിട്ട് ആറിപ്പോകുന്നു, ഇറങ്ങിയത് പോലും ഇല്ല. ഇറങ്ങാതെയാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത് പൊടി പിന്നെ കെട്ടാൻ വന്നയാന്ന് പറഞ്ഞു. അവിടെ ഒളിവിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. പിന്നെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ അവരെ നേർവഴിക്ക് നടത്താൻ അവരുടെ പേരൻസ് ഒന്നുമല്ല. എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ മദ്യവും മയക്കുമരുന്നും അതുപോലെ തന്നെയുള്ള രാസലഹരി വസ്തുക്കളും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് വളർന്നു വരുന്ന സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന കുട്ടികളെന്ന് അവർ പറഞ്ഞത് കൊണ്ട് അവർക്ക് ഒരു നല്ല പാഠം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ പിന്നെ നല്ല മാർഗത്തിലേക്ക് സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരെ എനിക്ക് ഭീഷണിപ്പെടുത്തിയിട്ടും പിന്നെ ഇത് ചെയ്തിട്ടും എനിക്കെന്ത് കിട്ടാനാണ്? അത് മാത്രമല്ല ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മെമ്പറും കൂടെയാണ്, അക്കോണം വാർഡിനെ പ്രതിനിധീകരിക്കുകയാണ്. അപ്പൊ നമ്മളെ നാട് നന്നാവണം എന്ന് ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം ചടയമംഗലത്തെ എക്സൈസിലായാലും പോലീസിലായാലും നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെയോ വന്ന നമ്മുടെ യൗവനത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി സമൂഹത്തിൽ ലഹരി മാഫിയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യും ഇടപെട്ട് ചടയമംഗലത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേഷനിൽ നിന്നും വന്ന് ചടയമംഗലത്ത് വെച്ച് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണ്ടേ. നമ്മൾ ശക്തമായ രീതിയിൽ ഇടപെടുകയും സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരെയും നശിച്ച് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മദ്യപിച്ചു എന്നതാണ് അടുത്തൊരു ആരോപണം അവർ പറയുന്നത്. ഞാൻ മദ്യപിക്കാറില്ല എന്ന് ഒട്ടുമിക്ക എന്നോട് സഹകരിക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അറിയാം. ഞാൻ മദ്യപാന കമ്പനിയിലോ അതുപോലെ തന്നെ മദ്യപിക്കാനോ പോകാറില്ല. നമ്മളെ സഹകരിക്കുന്ന ആൾക്കാരൊക്കെ കൂടുമ്പോൾ അവിടെ ചെന്നിരിക്കും, നമ്മൾ സഹകരണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ വേറൊരു കാര്യങ്ങളിൽ നമ്മൾ ഇത് പോകാറുമില്ല, അതിന് പ്രോത്സാഹിപ്പിക്കാറുമില്ല. മദ്യത്തിനും മദ്യപാനത്തിനും രാസലഹരി വസ്തുക്കൾക്കൊക്കെ നമ്മൾ എതിരുമാണ്. അതാണ് ഈ അവസരത്തിനെ കുറിച്ച് പറയാനുള്ളത്. ശബ്ദരാജിന് എല്ലാവിധ ആശംസകളും സാക്ഷി TV അറിയിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.